നമസ്കാരം. രാജ്യത്ത് NDA തരംഗമെന്ന ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ 242 സീറ്റുകളിലെ പ്രവചനത്തിൽ 174 നേടുന്നത് NDA എന്നാണ് പ്രവചനം. ഇന്ത്യ മുന്നണി 61 ഒതുങ്ങും. കേരളത്തിൽ സീറ്റുകൾ കുറയുമെങ്കിലും UDF ആധിപത്യം തുടരും. LDF നില മെച്ചപ്പെടുത്തും. BJP 2 സീറ്റ് നേടുമെന്നും ഒപ്പീനിയൻ പോൾ പ്രവചിക്കുന്നു. UDF 14, LDF 4, NDA 2 എന്നാണ് പ്രവചിക്കുന്ന സീറ്റ് നില. ഈ വിഷയമാണ് ഇന്ന് ഗൾഫ് 18 പ്രവാസി ശബ്ദം പരിശോധിക്കുന്നത്. BJP അക്കൗണ്ട് തുറക്കുമോ? UDF ആധിപത്യമോ? സ്വാഗതം. ശ്രീ സലീം ചോലമുഖത്ത്, ഇടത് സഹയാത്രികൻ ശ്രീ അജി കുര്യാക്കോസ്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ രമേശ് മന്നത്ത്, BJP പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ അജി കുര്യാക്കോസ്, നിങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 20-20 എന്നതാണ് നിങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ ആധിപത്യം ഉണ്ടാകും എങ്കിലും 14 ഒതുങ്ങും എന്നാണ് ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ പറയുന്നത്. എന്താണ് പ്രതികരണം? ഞാൻ ഇതിൽ കൂടെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇപ്പോ ന്യൂസ് 18 ഒരു ഒപ്പീനിയൻ പോൾ വന്നു. ആ ഒപ്പീനിയൻ പോളിനകത്ത് 9 സംസ്ഥാനങ്ങൾ ഇപ്പോഴിന്ന് ഒപ്പീനിയൻ പോളിനകത്ത് വന്നിട്ടുണ്ട്. കേരളം സ്വാഭാവികമായിട്ടും ബീഹാർ കഴിഞ്ഞാൽ ഉടനെ കേരളം നിങ്ങൾ ഒപ്പീനിയൻ പോളിൽ അവതരിപ്പിച്ചു. 14 സീറ്റ് കോൺഗ്രസിന് നൽകി, സന്തോഷം, നന്ദിയുണ്ട്. അതായത് UDF നൽകി. 4 സീറ്റ് നിങ്ങൾ 6 സീറ്റ് നിങ്ങൾ 4 സീറ്റ് നിങ്ങൾ CPM നൽകി, 2 സീറ്റ് NDAക്ക് നൽകി. സ്വാഭാവികമായിട്ടും ക്ഷമിക്കുക, ഇത് അറിയാമല്ലോ എങ്ങനെയാണ് ഈ പോളെന്നൊക്കെ ഉള്ളത് അറിയാമല്ലോ. ന്യൂസ് 18 നൽകുന്നതല്ല, നിങ്ങൾ പറയുന്നത് കേട്ടാൽ വീതിച്ച് നൽകി എന്ന നിലയിലാണ് താങ്കൾ പറയുന്നത്. ജനങ്ങളുടെ അഭിപ്രായം ശേഖരിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡാറ്റാസ് പുറത്തു വരുന്നതെന്ന് അറിയാമല്ലോ. അതല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് അത് കേട്ടു. 6 മണി മുതൽ 9 മണി വരെ ഞാനത് കേട്ടിരുന്നു. പക്ഷെ അതിനകത്ത് എനിക്ക് ഏറ്റവും വിഷമകരമായൊരു കാര്യം, 14 സീറ്റ് കോൺഗ്രസ് നൽകിയതിൽ ഞാൻ സന്തോഷമുണ്ട്. ഈ 2 സീറ്റ് NDAക്ക് നൽകിയെന്ന് പറയുന്നു. അത് ഏത് മണ്ഡലത്തിലാണെന്നുള്ളത് പറയാമായിരുന്നല്ലോ. അതൊന്ന് അവതരിപ്പിക്കാമായിരുന്നു. അതൊരു ചെറിയൊരു വിഷമമാണ്. അത് കാരണം അതുണ്ടെങ്കിൽ ആ 2 മണ്ഡലത്തെ കൂടി കുറച്ചുകൂടി കാര്യമായിട്ട് പ്രവർത്തിക്കാമായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. അപ്പോഴേക്കും ഇങ്ങനൊരു ഒപ്പീനിയൻ പോൾ വന്നു. മാത്രമല്ല, CAA പോലെ വളരെ ശക്തമായ ഒരു നിയമം പാസ്സാക്കിയ സമയത്ത് അതുപോലും കണക്കിലെടുത്തിട്ടില്ല. അപ്പോ ഇത് മൊത്തം മാറിമറിയാം. എങ്കിൽ കൂടി വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് 14 സീറ്റ് തരുന്നുണ്ട് എന്നുള്ളത്. കാരണം 24% പ്ലസ് ബാക്കി 8% അടക്കം 32% ആളുകളും ഈ കേരളത്തിലെ മുഖ്യമന്ത്രി നല്ലവനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒപ്പീനിയൻ പോളാണ് ഞാൻ കേട്ടത്. അപ്പൊ അത് വളരെ സന്തോഷകരം. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അരിയില്ല, സപ്ലൈകോയില് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇത്രയും അഴിമതിയൊക്കെ നടക്കുമ്പോൾ പോലും ന്യൂസ് 18 പോലെയുള്ള ഒരു ശക്തമായ ഒരു ചാനൽ, ഇന്ത്യയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചാനൽ, ഇത്തരം സർവേ നടത്തിയപ്പോൾ അതിനകത്ത് 32% ആളുകൾ പോലും കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ നല്ലവനാണ് എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇതിനകത്തുള്ള ഒരു അന്തർധാര ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഞാൻ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയാത്ത ഒരാളാണ്. എങ്കിൽ കൂടി ഈ ഒരു അന്തർധാര മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പറയുന്നത്, മേഡം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമതകളെ കുറിച്ച് ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അജി കുര്യാക്കോസ്, താങ്കൾക്ക് എന്തോ മനസ്സിലായി എന്ന് പറയുന്നു. പക്ഷേ താങ്കൾ ഉദ്ദേശിക്കുന്ന അന്തർധാര എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടെ വിശദീകരിക്കാമോ? അല്ല, ഞാൻ ഇതിപ്പം 2 സീറ്റ് NDAക്ക് കൊടുക്കുന്നു, തമിഴ്നാട്ടിൽ 4 സീറ്റ് BJPക്ക് കൊടുക്കുന്നു. അങ്ങനെ ഇത് ഞാൻ ഒരു തവണ താങ്കളോട് വിശദീകരിച്ചു. ഇതിപ്പോൾ ന്യൂസ് 18 കയ്യിലിരിക്കുന്ന സീറ്റ് എടുത്ത് കൊടുക്കുന്നതല്ല. ഇത് ജനങ്ങളുടെ അഭിപ്രായം ശേഖരിച്ച് വന്ന ഡാറ്റാസ് ആണ്. അങ്ങനെയാണ് ഒപ്പീനിയൻ പോളുകൾ പുറത്തു വരുന്നത്. അങ്ങനെ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം ശേഖരിച്ചു വന്ന ഡാറ്റാസ് ആണ്. താങ്കൾ ഇത് ആവർത്തിച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നത് വിശദീകരിക്കേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ മാഡം ഒരു കാര്യം പറയട്ടെ, ഈ 2 NDAക്ക് കിട്ടിയ ഒപ്പീനിയൻ പോൾ പ്രകാരം കിട്ടിയ 2 സീറ്റ് ഏത് മണ്ഡലത്തിലാണെന്ന് പറയണ്ടേ? കേരളത്തിൽ നിന്നുള്ള കണക്ക്, അത് മണ്ഡലം തിരിച്ചു വരുന്ന കണക്കല്ല. താങ്കൾക്ക് ആ ഒപ്പീനിയൻ പോൾ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകും. ഓരോ സ്റ്റേറ്റിന്റെ ആകെ തുക എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളുടെ കണക്ക് പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. പർട്ടിക്കുലർ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള കണക്കല്ല. അത് വ്യക്തമാകും. അല്ല, ഞാൻ ചോദിച്ചോട്ടെ മാഡം, ഒറ്റ കാര്യം.
ഓരോ മണ്ഡലത്തിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള മണ്ഡലത്തിലെ MP-മാരുടെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ന്യൂസ് 18 വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 2 മണ്ഡലം ഏതാണ് എന്നുള്ളത് പറയണ്ടേ? ഈ NDAക്ക് കിട്ടുന്ന 2 മണ്ഡലം ഏതാണ്? CPM-ന് കിട്ടുന്ന 4 മണ്ഡലം ഏതാണ്? LDF-ന് കിട്ടുന്ന 4 മണ്ഡലം ഏതാണ്? MP പറഞ്ഞത് പൊതുവെയുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തന്നെയാണല്ലോ ശ്രീ അജി കുര്യാക്കോസ് വന്നിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പോലെയല്ല അങ്ങനെ പുറത്തു വന്നിട്ടുള്ളതല്ല, ഒപ്പീനിയൻ പോളാണ് വന്നിട്ടുള്ളത്. കേരളത്തിൽ 2 സീറ്റ് പ്രവചിക്കപ്പെടുന്നു, നിങ്ങൾക്ക് 14 സീറ്റ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ 4 സീറ്റ് ഇടതുപക്ഷം നില മെച്ചപ്പെടുത്തുന്ന സാഹചര്യം എന്ന് പറയുന്നു. അത്തരമൊരു സാഹചര്യം സംസ്ഥാനത്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ താങ്കൾക്ക്. അങ്ങനെ ഇത് ജനങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടോ? എന്താണ് താങ്കൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന കാര്യം? 20 സീറ്റും കിട്ടുമെന്നാണ് ഞങ്ങളുടെ പാർട്ടി നടത്തിയ ഒപ്പീനിയൻ പോൾ പറഞ്ഞിട്ടുള്ളത്. ആ പാർട്ടി പറഞ്ഞ ഒപ്പീനിയൻ പോൾ അനുസരിച്ചാണ് ഞങ്ങൾ പാർട്ടി സ്ഥാനാർത്ഥികൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ 2 സീറ്റ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ പോൾ എങ്ങനെയാണോ എന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ ന്യൂസ് 18 തുടക്കത്തിൽ പറയുന്നുണ്ട്. ഒരു മണ്ഡലത്തിൽ നിന്ന് 4000 ചില്ലാനും ആളുകളെ എടുത്തിട്ടാണ് ഒപ്പീനിയൻ പോൾ നടത്തുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ ഇത്ര കൃത്യമായിട്ടും ഇത്രയും വ്യക്തമായിട്ടും പറയുന്ന ഒരു ഒപ്പീനിയൻ പോളിനകത്ത് എങ്ങനെയാണ്? ഒരു ചെറിയൊരു ഉദാഹരണം, ഡൽഹിയില് 7 സീറ്റും NDAക്ക് ലഭിക്കുമെന്ന് പറയുന്നു. ഈ 7 സീറ്റ് ലഭിക്കുമെന്ന് പറയുന്ന NDA ലഭിക്കുമെന്ന് പറയുന്നിടത്ത് വോട്ട് വിഹിതം എത്രയാണെന്ന് പറയുന്നുണ്ട്. 1% വ്യത്യാസം മാത്രമേ ഉള്ളൂ. മധ്യപ്രദേശിൽ 2-3% മാത്രം വ്യത്യാസമേ ഉള്ളൂ. ഹലോ, കേൾക്കാം പറഞ്ഞോളൂ. അപ്പോ ഈ വോട്ട് തമിഴ്നാട്ടിൽ 15% മാത്രം വോട്ടുള്ള NDAക്ക് 4 സീറ്റ് പ്രഖ്യാപിക്കുന്നു. ശ്രീ അജി കുര്യാക്കോസ്, ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് സംസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു, പക്ഷേ വോട്ട് വിഹിതം നിങ്ങൾക്കായിരുന്നു കൂടുതൽ. അത് പറഞ്ഞ് നിങ്ങൾ ചാനൽ ചർച്ചകളിൽ ന്യായീകരിക്കാറുമുണ്ട്. അപ്പോൾ വോട്ട് വിഹിതം കൂടുന്നതും എങ്ങനെയാണ് വോട്ട് വിഹിതം കൂടിയിട്ടും സംസ്ഥാനങ്ങൾ കയ്യിൽ നിന്ന് ഭരണം പോയത് എന്നത് താങ്കൾക്ക് അറിയാമല്ലോ. അപ്പോൾ എന്ത് ന്യായമാണ് ഈ 1% മാറ്റമേ ഉള്ളൂ, സീറ്റ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് താങ്കൾ ചൂണ്ടിക്കാട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ഈ പറയുന്ന 4000 ചില്ലാനം ആളുകളെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങളെ ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ ഇവരുടെ ഏരിയയിലേക്ക് വന്നിട്ടില്ലല്ലോ മാഡം. ഈ CAA പോലുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ശരി, അത് താങ്കൾ പറഞ്ഞത് ഒരു ന്യായം അല്ലെങ്കിൽ ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ഞാൻ എടുക്കാം. അതിനപ്പുറം താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സലിം ചോലമുഖത്ത്, ഞാൻ പറഞ്ഞിരുന്നു വിശദമായി തന്നെ നമ്മുടെ ഒപ്പീനിയൻ പോളാണ് ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നതെന്ന്. കേരളത്തിൽ LDF നില മെച്ചപ്പെടുത്തും എന്ന് ഈ എക്സിറ്റ് പോൾ പറയുന്നുണ്ട്. ഒപ്പം BJP 2 ഇടത്ത് നേട്ടം കൊയ്യും എന്നതുമാണ് ഈ പോൾ സൂചിപ്പിക്കുന്നത്. UDF-ന് 14 സീറ്റ് പ്രവചിക്കുന്നു. എന്താണ് താങ്കളുടെ പ്രാഥമികമായ പ്രതികരണം? നോക്കൂ, നമുക്ക് ഇതുപോലെയുള്ള എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്, നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. എക്സിറ്റ് പോളുകൾ മാത്രമല്ല, പ്രീ പോളുകൾ പോലും ഈ കഴിഞ്ഞ നിയമസഭാ ഇത് എക്സിറ്റ് പോൾ, ഇത് അതെ പ്രീ പോളാണ് അതെ. അതിനുശേഷം പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സിറ്റ് പോൾ സർവേ പോലും നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. അത് പലപ്പോഴും പല താല്പര്യങ്ങൾക്ക് വിധേയമായിട്ട് ഇങ്ങനെ ബോധപൂർവം ആളുകളെ സ്വാധീനിക്കുക, ജനമനസ്സുകളെ സ്വാധീനിക്കുക എന്നുള്ള കൃത്യമായ താല്പര്യത്തോടു കൂടി ഡിസൈൻ ചെയ്തതാണ് എന്നുള്ളത് കഴിഞ്ഞകാല അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് ശ്രീ സലിം ചോലമുഖത്ത് അങ്ങനെ ഒരു സംശയം താങ്കൾക്ക് തോന്നുന്നത്? കഴിഞ്ഞ തവണ 1 സീറ്റിൽ ഒതുങ്ങിയ നിങ്ങൾക്ക് 4 സീറ്റ് കിട്ടും എന്നുള്ള പ്രവചനമാണോ താങ്കളെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് നയിച്ചത്? താങ്കൾക്ക് വിശ്വാസമില്ലേ താങ്കളുടെ പാർട്ടി ഇവിടെ 4 സീറ്റ് നേടുമെന്ന്? അതാണ് ഈ ഇടതുപക്ഷത്തിന് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ 4 സീറ്റ് നിങ്ങളുടെ ഒരു ഔദാര്യമായിട്ട് തന്നതിന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി. ഞാനത് നേരത്തെ അജി കുര്യാക്കോസിനോട് വിശദീകരിച്ച, ഇത് നമ്മളുടെ ഔദാര്യമല്ല, ഇത് ജനങ്ങളുടെ അഭിപ്രായം തേടി പുറത്തു വന്ന ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സർവേ നടത്തിയ ഏജൻസി അങ്ങനെ ആയിരിക്കാം കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം ഇത്തരം സർവേകളിലൊക്കെ ഈ എത്രയാണ് ആളുകളുടെ തോത്. ഇപ്പൊ ഒരു മണ്ഡലത്തില് 10-13 ലക്ഷം വോട്ടർമാരുണ്ടാവും. അതിൽ വളരെ ചുരുക്കം ആളുകളെ, 100-200 ആളുകളെയൊക്കെ ആവാം ഒരു മണ്ഡലത്തിൽ ഇതുപോലെയുള്ള സർവേ ഏജൻസികൾ സമീപിക്കുന്നത്. അതുപോലെ തന്നെ ഈ സർവേ 1,18,616 പേരുടെ അഭിപ്രായം തേടിക്കൊണ്ടാണ് ഇത് നമ്മൾ ഈ ഒപ്പീനിയൻ പോൾ തുടങ്ങുമ്പോൾ തന്നെ വിശദീകരിച്ചതാണ്. 1,18,616 പേരുടെ അഭിപ്രായം തേടിക്കൊണ്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.
ഓരോ മണ്ഡലത്തിൽ കേരളത്തിലേത് നോക്കിയാലും അതിന്റെ ആനുപാതികമായിട്ടുള്ള എമൗണ്ട് ആണ്. നമുക്കറിയാം പോളുകളെല്ലാം ഈ രീതിയിലാണ്, അല്ലാതെ മുഴുവൻ ആളുകളുടെയും അഭിപ്രായം തേടിക്കൊണ്ട് ഒരു പോളും നമ്മളുടെ നാട്ടിൽ പുറത്തു വരുത്തില്ല. അല്ലെങ്കിൽ അതിനെ പോളെന്നല്ല പറയേണ്ടത്, അത് തെരഞ്ഞെടുപ്പാണല്ലോ. അങ്ങനെ തെരഞ്ഞെടുപ്പിലാണ് അതിലും വോട്ട് ചെയ്യുന്നവർ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. അത് ഫൈനൽ റിസൾട്ടാണ്. നമുക്ക് പോളുകൾ അതിന്റെ ഒരു ആനുപാതികമായിട്ടുള്ള ഒരു എമൗണ്ടിൽ ആളുകളെ ഉൾപ്പെടുത്തി മാത്രം നടത്തുന്നവയായിരിക്കും എല്ലാ കാലത്തും. അതെ, അത് ഞാനത് മനസ്സിലാക്കുന്നു. ഇത്തരം സർവേകളുടെ ഒരു പരിമിതി അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിനേക്കാളൊക്കെ ഉപരി ഇത്തരം സർവേകൾ നടത്തുന്ന ഏജൻസികളും ഇതുപോലെ തന്നെ ഇത്തരം മാധ്യമ സ്ഥാപനങ്ങളുടെയും ഒക്കെ താല്പര്യങ്ങൾ ഇത്തരം സർവേകളുടെ റിസൾട്ടുകളിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കഴിഞ്ഞ കാല അനുഭവം. എന്താണിതിൽ ശ്രീ സലീം ചോലമുഖത്ത് താങ്കൾ കണ്ടെത്തുന്ന ഒരു മാധ്യമ താല്പര്യം? ഇവിടെ നോക്കുക, നേരത്തെ അജി കുര്യാക്കോസ് താങ്കൾ വരുന്നതിന് മുൻപ് സൂചിപ്പിച്ചിരുന്നു, മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന്റെ മുന്നണിയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിൽ വളരെ തൃപ്തികരം എന്ന്. കേരള മുഖ്യമന്ത്രിയുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ താങ്കൾ വിശ്വസിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി 24% പേരാണ് വളരെ തൃപ്തികരം പറയുന്നത്. തൃപ്തികരം എന്ന് പറഞ്ഞത് 16% പേരാണ്. ഒപ്പം തൃപ്തിയോ അതൃപ്തിയോ ഇല്ലാത്തവർ 22%. ഏതാണ്ട് 56%, അത്രയും പേര്, 50%-നടുത്ത് പേർ പറയുന്നു മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം തൃപ്തികരമാണെന്ന്. ഇതും താങ്കൾക്ക് വിശ്വാസമാകുന്നില്ലേ? താങ്കൾ എന്നിട്ടും അല്ല, 56% പേർ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം തൃപ്തികരമാണ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് സർക്കാരിന്റെ പ്രവർത്തനത്തിൽ തൃപ്തരാണ്. എന്നിട്ട് പോലും നിങ്ങളുടെ സർവേ പറയുന്നത് 24 സീറ്റുകൾ മാത്രമാണ് ഇടതുപക്ഷത്തിന് നിങ്ങൾ 2016 അധികാരത്തിൽ വന്നു. 19 നിങ്ങൾക്ക് ഒരു സീറ്റാണ് കിട്ടിയത്. പക്ഷെ 21 ആയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തുടർ ഭരണം കിട്ടി. ആളുകൾ വോട്ട് ചെയ്ത പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കൂ. അല്ല, അവിടെയാണ് പ്രശ്നം. ഈ 2019 തെരഞ്ഞെടുപ്പ് ഫലവും ഇപ്പോ 2024 രാഷ്ട്രീയ സാഹചര്യവുമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകുന്നില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 2019 അന്നത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു തരംഗം UDF അനുകൂലമായിട്ട് കേരളത്തിൽ വീശി എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് ജനങ്ങൾ പാഠം പഠിച്ചു. അന്ന് UDF വേണ്ടി വിജയിപ്പിച്ചു പറഞ്ഞയച്ച 18 പേരും ഈ കേരളത്തിന്റെ വികസനത്തിനെതിരായിട്ട്, കേരളത്തിന്റെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾക്കെതിരായിട്ട് അതിനെ തുരങ്കം വെക്കുന്ന BJPയുടെയും സംഘപരിവാറിന്റെയും കേന്ദ്ര സർക്കാരിനെതിരായി ഒരക്ഷരം പോലും പറയാതെ സംഘപരിവാറിനോട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നമ്മുടെ അനുഭവം. അതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ ഒരു അബദ്ധം മലയാളികൾക്ക് പറ്റാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല ഞാൻ വിശ്വസിക്കുന്നത്. മഹാഭൂരിപക്ഷം, ഏറ്റവും ചുരുങ്ങിയത് 18 സീറ്റുകളെങ്കിലും ഇത്തവണ ഇടതുപക്ഷം നേടുമെന്നുള്ള കാര്യത്തിലാണ് എനിക്ക് യാതൊരു തർക്കവുമില്ല. അത് 20ലേക്ക് എത്തിയാലും, കാരണം 2004 അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. 2004 കേരളത്തിൽ നിന്ന് ഒരൊറ്റ കോൺഗ്രസുകാരൻ പോലും വിജയിച്ചു പോയില്ല. പക്ഷെ എന്നിട്ടും കേന്ദ്രത്തിൽ ഒരു ബദൽ സർക്കാർ, BJP ഇതര ബദൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇന്ത്യയിലെ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം അത്രമേൽ ശക്തമായതുകൊണ്ടാണ്. വരുമ്പോൾ മാത്രമേ അത് എങ്ങനെ ജനങ്ങൾ ചിന്തിച്ചു എന്നത് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ രമേശ് മന്നത്ത്, ഇവിടെ മാസത്തിൽ ഒരു തവണ വീതം അനുപാതം നോക്കിയാൽ പ്രധാനമന്ത്രി വന്നു പോകുന്നുണ്ട്. അടുത്ത 2 ട്രിപ്പ് ഡേറ്റുകൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ മാറ്റമായിരിക്കുമോ ഒരു പക്ഷേ ഈ ഒപ്പീനിയൻ പോളിൽ കാണുന്നത്? 2 സീറ്റാണ് BJPക്ക് സംസ്ഥാനത്ത് പ്രവചിക്കുന്നത് ഇപ്പോൾ. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ BJPക്ക് അനുകൂലമായിട്ട് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദി നൽകുന്ന ഗ്യാരണ്ടിയിൽ അവർ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് എനിക്ക് ഇന്നത്തെ ഒപ്പീനിയൻ പോൾ തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ 2ൽ കൂടുതൽ സീറ്റുകൾ നേടി BJP വരുവാനും, അതോടെ തന്നെ നിങ്ങൾ പറഞ്ഞ ഏകദേശം 18% വോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 23 മുതൽ 24% വരെ വോട്ട് ഇപ്രാവശ്യം BJP നേടുവാനുള്ള സാധ്യതയാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞത് ഡബിൾ ഡിജിറ്റ് ആണ്. അതാണോ താങ്കളുടെയും പ്രതീക്ഷ? അല്ല, ഡബിൾ ഡിജിറ്റ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. ഡബിൾ ഡിജിറ്റ് ഞങ്ങൾ നേടുമെന്ന് പ്രധാനമന്ത്രി അവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ഡബിൾ ഡിജിറ്റ് നൽകണം, നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണം എന്ന ജനങ്ങളുടെ അഭ്യർത്ഥനയാണ് അദ്ദേഹം നടത്തിയത്. അത് അദ്ദേഹം നേടും എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഓഫ് കോഴ്സ് ഞങ്ങൾ 20 സീറ്റിലും ഞങ്ങൾ മത്സരിക്കുന്നത്, NDA മത്സരിക്കുന്നത് ജയിക്കുവാൻ തന്നെയാണ്.
പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപക്ഷെ അത് 20 സീറ്റ് ജയിക്കുവാനായിട്ട് സാധിക്കില്ല. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് റിയാലിറ്റിയുമായി ഒരു ബന്ധമില്ലാത്തതായിരിക്കാം. പക്ഷേ തീർച്ചയായിട്ടും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ, കൂടുതൽ വൈര്യത്തോടെ, കൂടുതൽ പോരാടുവാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് സംഘടനാ പ്രവർത്തനം നടക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. കേന്ദ്രം എന്തൊക്കെ നൽകുന്നു, കേരളം എന്തൊക്കെ നൽകുന്നു എന്നുള്ളത് ജനങ്ങൾക്കറിയാം. കാരണം പണ്ട് ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത് പോലെ അവരുടെ ഫോട്ടോ വെച്ച് അവരുടെയാണ് എല്ലാ പദ്ധതിയും എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ന് ജനങ്ങൾക്ക് അവരുടെ ഫിംഗർ ടിപ്പിൽ മൊബൈലിൽ അവൈലബിൾ ആണ് ഡാറ്റ. ഈ ഡാറ്റ വെച്ചിട്ട് ഇന്നത്തെ പുതിയ ജനറേഷൻ. രമേശ്, ഇതിപ്പോ മധ്യപ്രദേശിൽ 28 ആകെയുള്ള 29-ൽ 28 പ്രവചിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ 5 നേടും എന്ന് പറയുന്നു. ബീഹാറിൽ 38, ഹിമാചലില് 4, UP-യിൽ ഏതാണ്ട് 77 വരെ പ്രവചിക്കുന്നുണ്ട് BJP-ക്ക്. കഴിഞ്ഞ തവണ വെച്ച് നോക്കിയാൽ ഈ വലിയ സംസ്ഥാനങ്ങളിലൊന്നും അത് വലിയ അതിശയം ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഈ ഞങ്ങളുടെ ഒപ്പീനിയൻ പോൾ ആണ് എങ്കിൽ പോലും ഈ ഒപ്പീനിയൻ പോള് യാഥാർത്ഥ്യമാകില്ലേ എന്ന് ആലോചിക്കുമ്പോൾ കേരളത്തിന്റെ ഈ 2 മാത്രമാണ് നമുക്കൊരു സംശയമായി ഇപ്പോഴും നിൽക്കുന്നത്. ഒരു സംശയത്തിനും ആവശ്യമില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ പതിയെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വളരെ ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള പാർട്ടിയാണ്. ഞങ്ങൾ പതിയെ സൗത്ത് ഇന്ത്യയിലും ശക്തമായ വേരോട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ജനങ്ങൾ, ഒരുപാട് ജനങ്ങൾ, കോൺഗ്രസിലെയും ഇടതുപക്ഷത്തിലെയും ജനങ്ങൾ വളരെയധികം കാര്യമായിട്ട് BJP-ക്ക് അനുകൂലമായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം വികസനം കൊണ്ടുവരുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. കേരളത്തിൽ വരുന്ന റോഡുകൾ കേന്ദ്ര സർക്കാരിന്റെയാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഗ്യാസ് സൗജന്യമായിട്ട് ലഭിച്ചത്, വൈദ്യുതി കണക്ഷൻ സൗജന്യമായിട്ട് ലഭിച്ചത്, ഇപ്പോൾ ഓരോ വീടുകളിലും സോളാർ പാനൽ സൗജന്യമായി ലഭിക്കുവാൻ പോകുന്നത്, റേഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും റേഷൻ മുടക്കുന്ന കൂടി പറയുന്നത് അനുകൂലമായിട്ട് ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് അനുകൂലമായിട്ട് നൽകുന്നത്, ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ പൈസ അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന സത്യം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകും. അത് 2024-ലെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഇവിടെ ആര് BJP ഏറ്റവും ശക്തമായി എതിർക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി തന്നെ മാറിയിരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ 2 സീറ്റ് നേടുമെന്ന ഒരു പ്രവചനം വരുന്നത്. ഇതിന്റെ ഒരു ഡ്രോബാക്ക് ചൂണ്ടിക്കാട്ടി ഇവിടുത്തെ 2 പാനലിസ്റ്റുകൾ നിങ്ങൾ ഏതാണ് കൃത്യമായി മണ്ഡലം എന്ന് ഇതിൽ പറയുന്നില്ല എന്ന്. നമ്മളുടെ പോൾ ആ നിലയ്ക്കല്ല പുറത്തു വന്നിട്ടുള്ളത്. രമേശ് മന്നത്ത് സംസ്ഥാന സാഹചര്യമൊക്കെ കൃത്യമായി വീക്ഷിക്കുന്ന നേതാക്കന്മാരുമായിട്ടൊക്കെ ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരു വ്യക്തിയാണല്ലോ. നിങ്ങൾ സാധ്യത കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇതിൽ പറയുന്ന 2 മണ്ഡലങ്ങൾ ഏതായിരിക്കുമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? 2 മണ്ഡലങ്ങൾ കൃത്യമായിട്ട് ഒരുപക്ഷെ എനിക്ക് പറയുന്നത് അത് പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ഞങ്ങൾ 4 മണ്ഡലത്തിൽ ഇനി സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാനുണ്ട്. ആരെയൊക്കെയോ വിലക്കെടുക്കും എന്ന് പറയുന്നു. നാളെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നു. അല്ല, ഇനി കേരളം ഞെട്ടുന്ന വല്ല കാര്യങ്ങളും ഉണ്ടോ ശ്രീ രമേശ് മന്നത്ത്? തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും UDF-നെയും LDF-നെയും ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ പുറത്തു വരും. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് ഒരു പുറത്തുവിടാനായിട്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്താണ് എവിടേക്കോ ഡീൽ ആയിട്ടുണ്ട്. അല്ല, ഡീലിന്റെ അല്ല ഇത്. നോക്കൂ, ഇതിൽ 2 തരം ആളുകളെ ഇന്ത്യയിൽ നടക്കുന്നുള്ളൂ. ഒന്നാമത്തെ ആളുകൾ BJP-ക്കാരാണ്, അതിലൂടെ ആളുകളെ പർച്ചേസ് ചെയ്യുക. ഈ ഒരു ഡീല് മാത്രമേ നടക്കുന്നുള്ളൂ. നാട്ടിലൊരു ഡീല് നടക്കത്തില്ല. നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രശ്നം. സലീം, ഞാൻ പറയുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേൾക്കില്ല. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സലീം മറുപടി തരാം. അല്ല, ഞാൻ പറയാം, ഈ ഒരു ഡീല് മാത്രമേ. അല്ല, ഞാൻ പറയട്ടെ, 2 തരം ആളുകളിൽ നിന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ BJP-ക്കാർ. ഒന്ന് BJP-ക്കാരായവർ, 2 നാളെ BJP ആകേണ്ടവർ. ഞങ്ങൾക്ക് 3ാമതൊരു ആളുകൾ ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശുദ്ധാപ്തി വിശ്വാസത്തിൽ ഞങ്ങളുടെ 4 A+ മണ്ഡലങ്ങളിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ഷെയർ ചെയ്തു. 2ാമത്തെ വിഭാഗം അത് നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ മാത്രമാണ് എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു. നിങ്ങളെ ഉദ്ദേശിച്ച് ചോദ്യം കേട്ടില്ല. കുര്യാക്കോസിനോടാണ്. രമേശ് മന്നത്ത് പറഞ്ഞില്ലേ 2 തരത്തിലുള്ള ആളുകൾ, BJP-ക്കാരായ ആളുകൾ, നാളെ BJP-ക്കാരാകുന്ന ആളുകൾ. അതിലെ 2ാമത്തത് താങ്കളെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഒരു കാര്യം ഞാനിപ്പം വളരെ രസകരമായിട്ടുള്ള 2 കാര്യങ്ങളാണ് ഞാനിപ്പോ കേട്ടത്. ഒന്ന്, ആദ്യം ശ്രീ സലീം പറഞ്ഞാണ്, അതിന് ഞാൻ ഉത്തരം പറയാം. കാരണം ഉടനെ പറഞ്ഞത് രമേശ് ആയതുകൊണ്ട് ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തൊക്കെ ഞാനിപ്പോ പോയപ്പോഴേ, ഞാനിപ്പോ നാട്ടിലാണുള്ളത്, അതുകൊണ്ട് ഞാൻ പറയുന്ന. അപ്പൊ അമ്മ വേണ്ട, മോഡിജി വരും, ഞങ്ങൾക്ക് എല്ലാം തരാൻ വേണ്ടി വരുമെന്നുള്ളത് എല്ലാം പിള്ളേരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോഡിജിയാണ് ഈ രാജ്യം ഭരിക്കുന്നത്. കാരണം
മോഡിജിയുടെ ഗ്യാരണ്ടിയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ മൊത്തം ഇനിയിപ്പോ വരാൻ പോകുന്നത് മൊത്തം മോഡിജിയുടെ ഗ്യാരണ്ടിയാണ്. ഇപ്പൊ രമേശ് പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്യാരണ്ടി എന്താണെന്നുള്ളത് നമ്മളിപ്പോ ഇന്ന് നമ്മൾ കണ്ടു, ഹരിയാനയിൽ കണ്ടു എന്താണ് ഗ്യാരണ്ടി എന്നുള്ളത്. അപ്പം ഈ പെർച്ചേസിംഗ് ആണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പെർച്ചേസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ആർക്കും പറ്റും. കാശ് ആരുടെ കയ്യിലുണ്ടോ അവന്റെ കൂടെയാണ്. പണമില്ലാത്തവൻ വെറും പിണമാണ് എന്നുള്ളത് പണ്ട് കാരണന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെയാണൊക്കെ ഭരണം പിടിച്ചെടുക്കുന്നതൊക്കെ നമുക്കറിയാം. മറ്റൊന്ന്, ശ്രീ സലീം പറഞ്ഞതുപോലെ 20 സീറ്റ് കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ 2014 അന്ന് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ, കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ ഇടതുപക്ഷം വളരെ ശക്തമായ തീരുമാനമെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2014 ഇടതുപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യം കൊണ്ടാണ് അന്ന് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ 20 സീറ്റ് നേടുമ്പോൾ വയനാട് പോലും രാഹുൽ ഗാന്ധി തോൽക്കും. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം ഒരു പുതിയ പ്രധാനമന്ത്രിയെ കണ്ടുപിടിക്കേണ്ടി വരുമല്ലോ. സലിംജി പറഞ്ഞ പോലെ ഒരു പുതിയൊരു പ്രധാനമന്ത്രിയെ ഞങ്ങൾ കണ്ടുപിടിക്കണം. അല്ല, പുതിയ ഞങ്ങളെന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ വെറുതെ രമേശ് ജി ഒരു കാര്യം നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ സി വോട്ടർ സർവേ കണ്ടിരുന്നോ? ഇപ്പൊ ന്യൂസ് 18 സർവേ കണ്ടിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞത് അതല്ല വക്കീലെ, ഞാൻ അതല്ല പറഞ്ഞത് വക്കീലെ. ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രി സ്ഥാനം അല്ല, ഭാവി പ്രധാനമന്ത്രി. അല്ല, പ്രധാനമന്ത്രിയാണ് 2019 2024 പ്രധാനമന്ത്രിയെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത്. അത് ഭാവി ആയിട്ടില്ല. പ്രധാനമന്ത്രി ആയില്ലല്ലോ. പ്രധാനമന്ത്രി ആയാലേ പ്രധാനമന്ത്രി ആവാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇത്തരം ഈയാമ്പാറ്റകൾ, ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ ഈയാമ്പാറ്റകളോ അല്ലെങ്കിൽ മിന്നാമിനികളോ കണ്ടുകൊണ്ട് സ്വപ്നം കാണാതിരിക്കൂ. അടുത്ത 2024 കേന്ദ്രത്തിൽ ഭരിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ ഈ ഒരു ന്യൂസ് 18 ചാനലിന്റെ സർവേ വന്നു, സമ്മതിക്കുന്നു. പക്ഷെ ഈ സർവേക്ക് കുറച്ച് പരിമിതികളുണ്ട്. ഇത് ആദ്യം സൂചിപ്പിച്ചല്ലോ, എനിക്ക് സമയമില്ല. ഞാൻ സലീമിലേക്ക് പോവുകയാണ്. ശ്രീ സലീം, ഇവിടെ പല സീറ്റുകളിലും 2ാം സ്ഥാനത്ത് BJP ആണ്, അവരുമായിട്ടാണ് നിങ്ങൾ മത്സരം എന്നൊക്കെ പറയുന്നത് LDF കൺവീനറാണ്. അതായിപ്പോ ഈ പ്രവചനം 2 സീറ്റ് അവർ നേടുമെന്നാണ്. ഒന്നുമല്ലാത്ത BJPയെ പ്രധാന എതിരാളികളാക്കുന്നു, വളർത്തുന്നു, അവർക്ക് വെള്ളവും വളവും കൊടുക്കുന്നു. അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമായിരിക്കുമോ ഒരുപക്ഷെ ഈ പോളിലൂടെ പുറത്തു വരുന്നത്? രേണുക, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ വെള്ളവും വളവും BJP കൊടുക്കുന്നത് ഇടതുപക്ഷമാണെന്നുള്ള ആക്ഷേപിക്കുന്നത്? ആവട്ടെ, LDF കൺവീനർ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. നമ്മള് കഴിഞ്ഞ ഈ ഒരു 34 ദിവസത്തിനിടയിൽ 40 കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായി, കേരളത്തിൽ നിന്നും ഉൾപ്പെടെ, പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ പോയത് നമ്മൾ കണ്ടതാ. ഇനിയിപ്പോ നാളെയോ മറ്റന്നാളോ ആരൊക്കെയോ പോകാനിരിക്കുന്നു എന്ന് കേൾക്കുന്നു. മണിക് സർക്കാരിന് മക്കളേ ഇല്ല. നിങ്ങൾ BRN ഷഫീർ പറഞ്ഞ് തേഞ്ഞതാണത്. ദയവായിട്ട് ഇങ്ങനെയുള്ള വിഡ്ഢിത്തം വിടുവായത്തം പറയരുത്. മണിക് സർക്കാരിന് മക്കളേ ഇല്ല. ഇത് നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സംഖ്യകൾ പടച്ചുവിടുന്നത് നിങ്ങൾ കോൺഗ്രസ്സുകാരെ പ്രചരിപ്പിക്കുകയാണ്. ഇതാണ് നിങ്ങൾ ഇനിയെങ്കിലും നാളെ LDF ആരോ വരുമെന്നൊക്കെയാ പറയുന്നേ. ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റുമോ? എത്ര നാൾ പറയാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാ അഴിമതി ആരോപണങ്ങൾക്കും വിധേയരായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കന്മാരെ യാതൊരു തത്വദീക്ഷതയും ഇല്ലാതെ, ഉളുപ്പില്ലാതെ പണം കൊടുത്ത് ഡീൽ വാങ്ങി പർച്ചേസ് ചെയ്യുന്ന BJPയുടെ ഈ സംസ്കാരത്തെ ഇന്ത്യൻ ജനത തള്ളിക്കളയുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബീഹാറിലെ നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തുമായിട്ട് 2 BJPയുടെ ഉപമുഖ്യമന്ത്രിമാരുണ്ട്. ഒരു സാംരാജ് സിംഗും ഒരു വിജയ് കുമാർ സിംഗും. നിതീഷ് കുമാറിനെതിരായിട്ട് നിരന്തരമായിട്ട് വിമർശനം ഉന്നയിച്ച ആളുകളാണ്. യാതൊരു ലജ്ജയും ഇല്ലാതെ അവരുമായിട്ട് ഒത്തുചേരുകയാണ്. അതുപോലെ ഈ പോള് വരുന്നത് CAA നിങ്ങളുടെ അവസാനത്തെ ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പ് BJPയുടെ വാട്ടർലുമായിട്ട് മാറും. എന്തൊക്കെ തള്ളി മറിച്ചാലും BJPക്ക് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഈ 2024 മുന്നേ വന്നതാണ് ഈ പോള്. നമുക്കറിയാം ആത്മവിശ്വാസം തീരെ ഇല്ല എന്നതിന്റെ സൂചനമായിരുന്നു അവസാന നിമിഷം ഈ CAA കൂടി എടുത്തിട്ടത്. നിങ്ങളിങ്ങനെ സലീം പറയുന്നത് പോലെ തള്ളുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ലെന്ന് നിങ്ങൾ തന്നെ തെളിയിക്കുന്ന പല നീക്കങ്ങളും ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് എന്ത് എപ്പോൾ എങ്ങനെ നടപ്പിലാക്കണമെന്നും ഞങ്ങൾക്ക് അതിന് വ്യക്തമായ പദ്ധതികളുമുണ്ട്. ഞങ്ങൾക്ക് അത് നടപ്പിലാക്കാനുള്ള അംഗബലം പാർലമെന്റിൽ 2 സഭകളിലുമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം സലീം ഒറ്റയ്ക്ക് ഒരു 2 സീറ്റ് 2 എംപിമാരെ 10 എംപിമാരെ പോലും അയക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് ഈ സലീമിന്റെ പാർട്ടി. ഇനി അവിടെ പോയ ആരെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാ. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഉൾപ്പെടെ ആരാണ് കേസ് നടത്തിയത്? ശ്രീ രമേശ് മന്നത്ത്, ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഉൾപ്പെടെ ആരാണ് കേസ് നടത്തിയത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് CAA പെട്ടെന്ന് കൊണ്ടുവന്ന് വാർത്ത മായ്ക്കേണ്ടി വന്നത്? നോക്കൂ, കേരളവുമായുള്ള ധനപ്രതിസന്ധി വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത്? നിങ്ങൾ കേസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ രണ്ടാളും സംസാരിച്ചത് എങ്ങനെയാണ്? സുപ്രീം കോടതി കടമെടുക്കുവാനായിട്ട് ചോദിച്ച അപേക്ഷ ഞങ്ങൾ തടഞ്ഞു വെച്ച് തീർച്ചയായിട്ടും. അല്ലാതെ കേന്ദ്രം നിങ്ങൾക്ക് 1 രൂപ പോലും തരാനില്ല. ആ പൈസ മുഴുവൻ തന്നു. നിങ്ങൾ പച്ചക്കള്ളം നടന്നു പറഞ്ഞു. എങ്ങനെയെല്ലാം അവിഹിതമായ 10 സീറ്റ് പോലും, അതായത് 2 സീറ്റ് ഇന്ത്യയിൽ തവള ഏറി പിടിച്ച് നിൽക്കും നാഷണൽ പെർമിറ്റ് ലോറി കാണുമ്പോ. അതേപോലെ എനിക്ക് തോന്നി BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് പ്രവചിക്കുന്നുണ്ട്. 2 സീറ്റ് പ്രവചിക്കുകയാണ്. അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും BJP വിരുദ്ധത ഏറ്റവും കൂടുതൽ BJP ആര് ചേർക്കുമെന്നത് വലിയ പ്രചാരണ വിഷയമായി നിൽക്കുക കൂടിയാണ്. അപ്പോൾ BJP എതിർക്കുന്നവരും BJPയും എന്ന നിലയിൽ മത്സര രംഗം മാറുന്ന ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്തുണ്ട്. എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഗൾഫ് 18 മറ്റൊരു വിഷയമായി നാളെ. നമസ്കാരം.